ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ റിമൈൻഡർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഡ്യൂ ഡേറ്റ് റിമൈൻഡർ ആയിരുന്നു. അതിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ മറ്റ് ബില്ലുകൾ, ഇതൊക്കെ ഡ്യൂ ഡേറ്റിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൽ നമ്മൾ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ എക്സൽ ഫയൽ കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിമൈൻഡർ വരുമായിരുന്നുള്ളൂ അല്ലേ. നമുക്ക് ജസ്റ്റ് നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഈ റിമൈൻഡർ കാണുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോൻ്റെ എൻഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബർത്ത്ഡേ റിമൈൻഡർ ആയിക്കോട്ടെ, ഡ്യൂ ഡേറ്റ് റിമൈൻഡർ ആയിക്കോട്ടെ, എന്തും നമുക്ക് ആർക്കായാലും, അതായത് വർക്ക് ചെയ്യുന്നവരോ വർക്ക് ചെയ്യാത്തവരോ ആർക്കായാലും ഒരുപോലെ യൂസുള്ള വീഡിയോ ആണ്. അപ്പോൾ കാണാൻ മറക്കരുത്, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇനിയിപ്പോൾ ബർത്ത്ഡേ റിമൈൻഡറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതും നിങ്ങൾ വൺസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ ബർത്ത്ഡേസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുക എന്നുള്ളത് കാണാം അല്ലേ. സ്റ്റാർട്ട് ചെയ്യാം. ഈ ബർത്ത്ഡേ റിമൈൻഡറിനും അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഡ്യൂ ഡേറ്റ് റിമൈൻഡറിനും ഈ വീഡിയോൻ്റെ എൻഡിൽ ഡിസ്കസ് ചെയ്യുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം ഓൺ ചെയ്ത ഉടനെ തന്നെ ഈ റിമൈൻഡർ, അതായത് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ബർത്ത്ഡേ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുടെ നെയിംസും അതുപോലെ തന്നെ DOBയും ഇട്ടിട്ടുണ്ട്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫോർമുല ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇഫ് ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപേ ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിമൈൻഡേഴ്സ് വെച്ചത് പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ മറ്റ് ബിൽസ് അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇയർ കൂടി കൺസിഡർ ചെയ്യണമായിരുന്നു. പക്ഷേ ബർത്ത്ഡേയിൽ നമ്മൾ ഇയർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്, നമ്മൾ എല്ലാ ഇയറും ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ രണ്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡേ ഫംഗ്ഷന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാം, ഈക്വൽ ടു ഇടുന്നു, ഡേ പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു, ടുഡേ പാരന്തസിസ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. എഗെയിൻ ഡേയിൻ്റെ പാരന്തസിസ് കൂടി ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1 എന്നാണ് നമുക്ക് റിട്ടേൺ ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് ഡേ ഓഫ് ടുഡേ, അതായത് ഇന്നത്തെ ഡേ എന്താണ്, ഫസ്റ്റ് ആണ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത്, അതുകൊണ്ട് 1 എന്ന് പറയുന്ന നമ്പർ റിട്ടേൺ ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മന്ത് ഓഫ് ടുഡേ. മന്ത് ഓഫ് ടുഡേ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അടിക്കുന്നു. അപ്പോൾ ഇത് ഒന്നുകൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, മന്ത് ഓഫ് ടുഡേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മന്ത് എന്താണോ അതാണ് ഇത് റിട്ടേൺ ചെയ്യേണ്ടത്. അതായത് സെക്കൻഡ് എന്ന് പറയുന്നത് ഫെബ്രുവരി ആണല്ലോ, അപ്പോൾ സെക്കൻഡ് റിട്ടേൺ ചെയ്തു. മനസ്സിലായല്ലോ. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും, അതായത് എന്തൊക്കെയാണ്, ഡേയും അതുപോലെ തന്നെ മന്തും, ഈ രണ്ട് ഫംഗ്ഷനുമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇയർ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫോർമുല ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈക്വൽ ടു ഈ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പാരന്തസിസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്താണ്, ഡേ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു, പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. ഈ ഡേയിൽ നിന്ന്, അതായത് ഈ ഒരു DOBയിൽ നിന്ന് ഡേ മാത്രം എടുക്കാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, ആംബർസാൻഡ്, അതായത് ആൻഡ് ഇതും ചെക്ക് ചെയ്യണം, ഒപ്പം നമ്മൾ മന്ത് കൂടി ചെക്ക് ചെയ്യണം. സോ മന്ത് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു, പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. അഗെയിൻ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, അതായത് ഇതിലുള്ള ഈ DOBയിലുള്ള മന്ത് ആണ് ഇവിടെ ഇത് എടുക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ അത് പാരന്തസിസ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മൾ ഡേയും പിക്ക് ചെയ്തു, അതായത് ഈ ഒരു സെല്ലിൽ നിന്ന് ഡേയും പിക്ക് ചെയ്തു, അതുപോലെ തന്നെ മന്തും പിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണോ നോക്കുന്നു, ഡേ ഓഫ് ടുഡേ, അതായത് ഇന്നത്തെ ഡേയോട് ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എന്തുകൂടി വേണം, ആംബർസാൻഡ് അഗെയിൻ ഇടണം, അതായത് മന്ത് ഓഫ് അല്ലേ, മന്തും കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മന്ത് ഓഫ് ടുഡേ അതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, അഗെയിൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ നിന്ന് ഡേയും മന്തും ഇന്നത്തെ ഡേയോടും മന്തിനോടും ഈക്വൽ ആണോ എന്ന് നോക്കുകയാണ്. ദെൻ കോമ ഇടണം. ഇത് ട്രൂ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, കാർഡ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കി കൊടുക്കേണ്ടത്. പക്ഷേ എനിക്ക് വരേണ്ട മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഡാനിയൽസ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് വരേണ്ടത്. ഇത് ഇയാൾ ഫസ്റ്റ് ഉള്ള ആൾ ഡാനിയൽ ആണല്ലേ. അപ്പോൾ ഇയാളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡാനിയൽസ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് വരേണ്ടത്. ഓക്കെ, മെസ്സേജ് വരേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ സെല്ല് സെലക്ട് ചെയ്യുകയാണ്. ദെൻ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആംബർസാൻഡ് ആണ്. കോൺകാറ്റിനേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കോഡ്സിൻ്റെ ഉള്ളിൽ ഡാനിയൽസ് ബർത്ത്ഡേ എന്നല്ലേ വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അപ്പോസ്ട്രോഫി S ഇട്ട് കൊടുക്കുന്നു. ദെൻ ബർത്ത്ഡേ. ഓക്കെ, ദെൻ കോഡ്സ് ക്ലോസ് ചെയ്യണം. ഇപ്പോൾ ട്രൂ ആണെങ്കിൽ ഡാനിയൽസ് ബർത്ത്ഡേ എന്ന് വരും. ദെൻ കോമ ഇടുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, വീണ്ടും
കോഡ്സ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്ത് വെക്കുന്നു. അതായത് എനിക്കൊരു മെസ്സേജും വരണ്ട, അതിൻ്റെ കാര്യമില്ലല്ലോ. ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ അയാളുടെ ബർത്ത്ഡേ എന്ന് മാത്രം വന്നാൽ മതി, വേറൊരു മെസ്സേജും എനിക്ക് വരണ്ട. ഫാൾസ് ആണെങ്കിൽ ഒന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യണ്ട. അതുകൊണ്ട് ഞാൻ പാരന്തസിസ് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്, എൻ്റർ കീ അടിക്കുന്നു. അപ്പോൾ ആദ്യത്തെ, അതായത് 2 ഫെബ്രുവരി ആണ് കൊടുത്തത്, ഇന്ന് 1 ആണ്. സോ ആരുടെ ബർത്ത്ഡേയോ അല്ല, ഒന്നും സ്റ്റാറ്റസ് ഞാൻ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ ഫോമിൽ ഒന്ന് കോപ്പി ചെയ്ത് നോക്കാം താഴേക്ക്. കണ്ടോ, 3 പേരുടെ ബർത്ത്ഡേ ആണ് ഇന്ന് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. അതായത് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരുടെ ബർത്ത്ഡേയും ഇതുപോലെ ഒരു എക്സൽ ഫയൽ ആക്കി വെക്കുക. ദെൻ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോയി സേവ് ആസ് എടുക്കുകയാണ്. ബ്രൗസ് ചെയ്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഡെസ്ക്ടോപ്പിൽ birthday.xlsx എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ birthday.xlsx എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫയൽ ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഇനി ഇതിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫോൾഡറിൽ കൊണ്ടേ ഇടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സെർച്ച് ബാർ ഉണ്ടല്ലോ, ഇവിടെ പോയിട്ട് റൺ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് അവിടെ തന്നെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ദെൻ റൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഷെൽ കോമൺ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഈ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫോൾഡർ ആണ് ഈ കമാൻഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരിക. എന്താണ് ഷെൽ കോമൺ സ്റ്റാർട്ടപ്പ്. ദെൻ ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആ ഫയൽ, അതായത് birthday.xlsx എന്ന് പറയുന്നത് ഞാൻ Ctrl+C അടിച്ച് അത് അവിടെ നിന്ന് കോപ്പി ചെയ്തു. ദെൻ ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാണ്, കണ്ടിന്യൂ അടിക്കുന്നു. ഇതിവിടെ നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്ന ഈ ഫയൽ, എക്സൽ ഫയൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫോൾഡറിൽ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി ഞാനിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സിസ്റ്റം ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ എക്സൽ ഫയൽ സ്റ്റാർട്ടപ്പ് തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മൾ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുക ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി അതങ്ങ് വന്നോളും. ഓക്കെ, അപ്പോൾ ഇതേ മെത്തേഡിൽ നമുക്ക് ഡ്യൂ ഡേറ്റ് റിമൈൻഡർ കൂടി സ്റ്റാർട്ടപ്പ് ഫോൾഡറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ അതും ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മളെ എക്സൽ ഓർമ്മിപ്പിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.